സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അത് തുടരുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മേഖലകൾ തിരിച്ച് വൈദ്യുതി നിയന്ത്രണം തുടങ്ങുകയും ചെയ്തു. രാത്രി 7-നും അർദ്ധരാത്രി 1 മണിക്കുമിടയിൽ പാലക്കാട് ജില്ലയിലെ പലയിടങ്ങളിലും വൈദ്യുതി നിയന്ത്രണം വന്നു. എസ് ദിനേശ് കുമാർ പാലക്കാട് നിന്ന്. വിനേഷ്, എങ്ങനെയാണ് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായോ പാലക്കാട്? എൽദോ, വലിയ തോതിലുള്ള ഉഷ്ണ തരംഗ സാധ്യത നിലനിൽക്കുന്ന ജില്ലയിലൊന്നാണ് പാലക്കാട്. പാലക്കാട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം കാര്യമായി തന്നെ ആളുകളെ ബാധിക്കും. ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുപോലെ തന്നെ പലപ്പോഴായി കറണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി തന്നെ ഡെപ്യൂട്ടി എഞ്ചിനീയർ, അതായത് ഈ മേഖലയിൽ, അതായത് പാലക്കാട് ജില്ലയിലെ KSEB ഡെപ്യൂട്ടി എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഓരോ സബ് ഡിവിഷൻ തിരിച്ചാണ് രാത്രി 7-നും അർദ്ധരാത്രി 1-നും ഇടയിൽ കറണ്ട് പല സമയങ്ങളിൽ പോവും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഇവിടെയാണ്: മണ്ണാർക്കാട്, അലനല്ലൂർ, കൊപ്പം, ഷൊർണൂർ, ഒറ്റപ്പാലം, ആറങ്ങോട്ടുകര, പട്ടാമ്പി, കൂറ്റനാട്, പത്തിരിപ്പാല, കൊല്ലങ്കോട്, ചിറ്റൂർ, വടക്കാഞ്ചേരി, കൊടുവായൂർ, നെന്മാറ, ഒലവക്കോട് സബ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലാണ് പറയുന്നത്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി, പെരിന്തൽമണ്ണ സബ് സ്റ്റേഷനുകൾ, ഇതും ഏറെക്കുറെ ആ ഒരു വള്ളുവനാട്ടിൽ തന്നെ വരുന്ന 2 സബ് സ്റ്റേഷനുകളാണ്. ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ വൈദ്യുതി പവർ കട്ട് ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പവർ കട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പവർ കട്ടല്ല, വൈദ്യുതി നിയന്ത്രണമാണെന്ന് പറഞ്ഞൊഴിയുകയാണ് KSEBക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമുക്കറിയാം, പാലക്കാടൊന്നും ഫാൻ ഇല്ലാതെയോ അല്ലെങ്കിൽ AC ഇല്ലാതെയോ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, രാത്രിയിലും പകലായാലും എല്ലാം. ഇതിനിടയിലാണ് ഏറ്റവും പീക്ക് ടൈമിൽ 7 മണിക്കും അർദ്ധരാത്രി 1-നും ഇടയിലാണ് പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്നലെ അത് മിനിയാന്ന് ഔദ്യോഗികമായി അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാത്രിയിൽ ഇതുപോലെ തന്നെ കറണ്ട് പോകുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നു, ചില സമയത്ത് 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പോകുന്നു. ഈ ഒരു അവസ്ഥ പാലക്കാട് ഉണ്ട്. എൽദോ, ഇനി അവിടുത്തെ ചൂട് എങ്ങനെ തുടരുന്നു വിനേഷ്? ഈ വലിയ പ്രശ്നമാണല്ലോ വെള്ളം, കുടിവെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചൂടിൽ കുറവ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇന്നലെ വിനേഷ് രാവിലെ മോർണിംഗ് വൈബ്സിൽ നിന്നപ്പോൾ പറഞ്ഞിരുന്നു ഒരു മഴക്കാറുണ്ട്, മഴ സാധ്യത കാണുന്നു എന്നൊക്കെ. അപ്പോൾ നേരിയ മഴയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങളിൽ പാലക്കാട് ഉണ്ടായോ? ചൂടിന്റെ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ? ചൂട് തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. മഴക്കാറുണ്ടായിരുന്നു, ഇന്നലെ കുറച്ച് മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് കുറവായിരുന്നു, വളരെ കുറച്ച് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ മഴയുണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം മറ്റു പല സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ പാലക്കാട് ജില്ലയിൽ എവിടെയും മഴയെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ചാറ്റൽ മഴ പോലും ഉണ്ടായില്ല. ചാറ്റൽ മഴ കൊണ്ട് കാര്യവുമില്ല. എന്തായാലും ശക്തമായ മഴ, ഇടമഴ ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന് ശമനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇന്നലെ എന്തായാലും മഴ ഉണ്ടായിട്ടില്ല. ആ ഒരു മാറ്റം, പാലക്കാട് ഇപ്പോഴും മേഘാവൃതമായി തന്നെയാണ് ഇരിക്കുന്നത്. മഴ ഒരു പക്ഷേ പെയ്തേക്കാം എന്നുള്ളത്. ഇന്നലെ പക്ഷെ മഴ പെയ്യും എന്നുള്ളൊരു പ്രതീതി തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ അത്രത്തോളം കാർമേഘങ്ങൾ മൂടിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മഴ ഉണ്ടായില്ല. എന്തായാലും ആ പകൽ അതുകൊണ്ട് തന്നെ മൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു. അത് വളരെ കുറച്ച് ചൂടാണ്. പക്ഷെ അപ്പോഴും ഹ്യൂമിഡിറ്റി കൂടുതലാണ്, വേർത്തൊഴുകുന്ന ഒരു അവസ്ഥയെല്ലാം തന്നെ പാലക്കാട് ഉണ്ട്. എന്നാലും മഴക്കാറുള്ളത് കൊണ്ട് നേരിട്ടുള്ള ചൂടില്ല എന്നുള്ളത് മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ഇപ്പോൾ ചെറിയ തോതിൽ കാർമേഘങ്ങൾ മൂടിയിട്ടുണ്ട്, വളരെ ചെറിയ തോതിലാണ്. പക്ഷേ ഉഷ്ണതരംഗ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയിരുന്നു നേരത്തെ തന്നെ ജില്ലാ കളക്ടർ. പിന്നെ അത് സംസ്ഥാന വ്യാപകമാവുകയും ചെയ്തു. എന്തായാലും ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. രാവിലെ 11-നും ഉച്ചയ്ക്ക് ശേഷം 3-നും ഇടയിൽ പുറം ജോലി ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന തൊഴിലാളികളുടെ സ്ഥാപനങ്ങളാണെങ്കിലും തൊഴിലുടമകളാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കുന്ന ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. എൽദോ, ശരി വിനേഷ്, എന്തായാലും പാലക്കാട് വലിയ ചൂടാണ്, ആ ചൂട് തുടരുകയാണ്. മഴക്കാറുണ്ട്. അപ്പോൾ ഈ ഉഷ്ണവും അതിരൂക്ഷമാണ് പാലക്കാട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണത്തിൽ KSEB കുറ്റം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ പരമാവധി വൈദ്യുതി നിയന്ത്രിക്കാൻ കഴിയുമോ അത്തരത്തിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചൊക്കെ വൈദ്യുതിയുടെ ഈ റെക്കോർഡ് ഉപഭോഗമാണ് ഇപ്പോൾ. ആ റെക്കോർഡ് ഉപഭോഗത്തിൽ നമുക്ക് മാറി ഒന്ന് വൈദ്യുതി കുറയ്ക്കാൻ കഴിഞ്ഞാൽ, ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ലോഡ് ഷെഡിങ്ങും നിയന്ത്രണങ്ങളും ഒക്കെ മാറ്റിയേക്കും, ഒഴിവാക്കിയേക്കും എന്നുള്ളതാണ്. മറ്റൊരു വാർത്തയിലേക്ക്